ചേച്ചി എന്തെങ്കിലും ജയറാമേട്ടനെ പറ്റിച്ചിട്ടുണ്ടോ? പറ്റിച്ചിട്ടുണ്ടോ? ചക്കിക്കുട്ട ചക്കിക്കുട്ട ഞാൻ അപ്പ പറ്റിച്ചിട്ടുണ്ടോ? എവിടെയാ അപ്പ എന്തെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? എപ്പോഴാ? അതൊക്കെ ഡെയിലി കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ഇന്നതൊന്നും ഒരു ഇൻസിഡന്റ് പറഞ്ഞു കൊടുക്കുവോ? ഞാൻ അപ്പ എപ്പോഴാ പറ്റിച്ചത്? അതാ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറഞ്ഞു. കൂടുതലും ബർത്ത്ഡേ സർപ്രൈസസ് ഒക്കെ. ഓ അതാണോ? കാരണം അപ്പ സസ്പെൻസ് കീപ്പപ്പ് ഇല്ല. സോ അപ്പൊ അമ്മ തന്നെ ആയിരിക്കും എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടി വെക്കുന്നുണ്ട് എന്നുള്ള കാര്യമേ അപ്പ അടുത്ത് അറിയിക്കില്ല. പിന്നെ ട്രിപ്പ് എന്നെ നിങ്ങൾ സർപ്രൈസ് ചെയ്യാൻ വന്നത് അതല്ല ജയറാമിന്റെ പത്മശ്രീ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മള് എൻ്റെ സിസ്റ്ററിൻലോ വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫും കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ആ സമയത്താണ് ഇവിടെ ഫീനിക്സ് മോൾ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ജയറാം കണ്ടിട്ടില്ല, ഫീനിക്സ് മോളിൽ വന്നിട്ടില്ല. നമുക്ക് ഫീനിക്സ് മോളിൽ പോവാമെന്നും പറഞ്ഞിട്ട് ജയറാമിനെ ഞങ്ങൾ വൈകിട്ട് ഇറക്കി. പക്ഷെ അപ്പോഴേക്കും ഒരു 50 പേര് ECR സൈഡിലൊരു ഫാം ഹൗസ് ഉണ്ട്, അവിടെ റെഡിയായി ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് യൂഷ്വലി നമ്മുടെ വീട്ടിൽ നിന്ന് ഹാഫ് ആൻ അവറേ ഉള്ളൂ ഫീനിക്സ് പോകണമെന്നുണ്ട്. ഹാഫ് ആൻ അവർ കഴിഞ്ഞു, 3/4 മണിക്കൂറായി, 1 മണിക്കൂറായി, ഫീനിക്സ് എത്തുന്നില്ല. അപ്പോൾ ജയറാം ഇത് ഇത്ര ദൂരെയാണ്, എന്തിനാ നമ്മൾ ഇത്രയും ദൂരേക്ക് പോകുന്നതെന്ന്. അവസാനം ഞങ്ങൾ പറഞ്ഞു ഇല്ല ഇത് ഇപ്പം ഇവിടെ അടുത്തെത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ കുറേ പേര് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പറ്റിക്കലുകളാണോ? അത്രേ ഉള്ളൂ. ഇവരെല്ലാരും കൂടെ അമ്മയെ പറ്റിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരിക്കലും പറ്റില്ല. ചെറിയ പിള്ളേർ വിചാരിച്ച എന്താണ് ഞാനിതൊക്കെ എത്ര പറ്റിക്കലിന് ആശാനെ എന്തിനാ പറ്റിക്കുന്നത്? അത് ശരി. ഇതായാലും ചേച്ചി ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് ചേച്ചിക്ക് ഇത് ചേച്ചിയുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടോ? അതായത് കുട്ടികളൊക്കെ സെറ്റിലായി, എല്ലാവരും ഇങ്ങനെ അവരവരുടേതായ കാര്യങ്ങളിലായിട്ട് തിരക്കുകളിലായി, ഇനി അമ്മ എന്നുള്ള രീതിയിൽ, ഭാര്യ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നല്ല മൂവീസ് വരികയാണെങ്കിൽ, നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ പഴയതുപോലെ അല്ലാതെ, കാരണം അന്ന് എനിക്ക് ആ ഒരു ഡെഡിക്കേഷൻ കുറവായിരുന്നു, എൻ്റെ അറ്റൻഷൻ മുഴുവൻ വേറെ കാര്യത്തിലായിരുന്നു. അതുപോലെ അല്ലാതെ നല്ല ഫുള്ളായിട്ട് നല്ല ഇൻവോൾവ് ചെയ്തൊരു മൂവി ചെയ്യണം എന്നുണ്ട്. എന്നാലും ചേച്ചി ഇതൊരു ഭയങ്കര റിയലൈസേഷൻ ആണ് എനിക്ക്. ചേച്ചി ആ മൂവികളൊന്നും അങ്ങനെ ഭയങ്കര ഇൻവോൾവ് അല്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് നല്ല ആയിരിക്കും. അതൊക്കെ എനിക്ക് കൂടുതലും തോന്നുന്ന ആ ഡയറക്ടേഴ്സിന്റെ കഴിവായിരുന്നു.